നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ കരബാവോ കപ്പിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ചെൽസിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടാൻ ലിവർപൂളിന് കഴിഞ്ഞിരുന്നു. നമുക്കറിയാം, മത്സരത്തിന്റെ 118-ാമത്തെ മിനിറ്റിൽ ലിവർപൂളിന്റെ ക്യാപ്റ്റനായ വിർജിൽ വാൻ ഡൈക്ക് നേടിയ ഹെഡർ ഗോളാണ് ഈ ഒരു മത്സരത്തിൽ ലിവർപൂളിന് വിജയം നേടിക്കൊടുത്തതും കിരീടം നേടിക്കൊടുത്തതും. നിരവധി യുവതാരങ്ങളെ വെച്ചുകൊണ്ടാണ് ക്ലോപ്പ് ഈ ഒരു മത്സരത്തിൽ ചെൽസിയെ നേരിട്ടിരുന്നത്. നമുക്കറിയാം, പരിക്ക് ഇപ്പോൾ ലിവർപൂളിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ലിവർപൂളിന് വേണ്ടി വാൻ ഡൈക്ക് നേടുന്ന ആദ്യത്തെ കിരീടം കൂടിയാണിത്. ഏതായാലും കിരീടാഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിൽ നിന്നുള്ള ഒരു വീഡിയോ ഇപ്പോൾ വലിയ രൂപത്തിൽ വൈറലായിട്ടുണ്ട്. ഞാൻ തീർന്നു എന്നാണ് അവർ എല്ലാവരും കരുതിയിരിക്കുന്നത് എന്നാണ് വാൻ ഡൈക്ക് പറഞ്ഞിട്ടുള്ളത്. താൻ തീർന്നിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇതിലൂടെ വാൻ ഡൈക്ക് ചെയ്തിട്ടുള്ളത്. അതേസമയം കിരീടം നേടാനായതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വാൻ ഡൈക്കിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യുവതാരങ്ങളെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ കളിച്ചത്. ഈ ടീമിൽ ഒരുപാട് അഭിമാനം തോന്നുന്നു. വളരെ തീവ്രമായ ഒരു മത്സരം തന്നെയാണ് നടന്നത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ആദ്യ കിരീടം ഞാൻ നേടിക്കഴിഞ്ഞു. തീർച്ചയായും ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞാൻ നേടിയ ഗോൾ അതൊരു ഇമോഷനാണ്. ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. യുവതാരങ്ങൾ എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ വളരെ ഭംഗിയായി നിർവഹിച്ചു. ഇതാണ് വാൻ ഡൈക്ക് ഇപ്പോൾ ഈ ഒരു കിരീടധാരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മത്സരത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് വാൻ ഡൈക്ക് തന്നെയാണ്. ഇത് 3ാം തവണയാണ് ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം വാൻ ഡൈക്ക് ഇപ്പോൾ കരസ്ഥമാക്കുന്നത്. 2019 നടന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരത്തിലും 2022 നടന്ന ലീഗ് കപ്പ് ഫൈനലിലും വാൻ ഡൈക്ക് തന്നെയായിരുന്നു മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയിരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.